ഹലോ ഗൈസ്, അനുമോളെക്കുറിച്ച് അധികം ആരും അല്ലെങ്കിൽ നമ്മൾ അത്ര ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഒന്ന് രണ്ട് പോയിൻറ്റ്സ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തണം എന്ന ആഗ്രഹം കൊണ്ടാണ് ഗൈസ് ഈ വീഡിയോ ചെയ്യണത്. അനുമോളെ എന്തുകൊണ്ട് ആളുകൾ ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് അനുമോളെ ഇഷ്ടപ്പെടുന്നില്ല എന്ന രീതിയിലുള്ള കുറേ വീഡിയോസ് അവിടെ ഇവിടെയൊക്കെ കടന്നിങ്ങനെ കളിക്കുന്നുണ്ട്. അനുമോൾ ഒന്നല്ലെങ്കിൽ അനുമോളിൻ്റെ PR ടീംസ് അനുമോളെങ്ങനെ പൊക്കി വിടണതായിരിക്കും, അല്ലെങ്കിൽ അനുമോളെ മനഃപൂർവ്വം തരം താഴ്ത്താൻ വേണ്ടിയിട്ട് അനീഷിൻ്റെ PR ടീംസോ അല്ലെങ്കിൽ മറ്റ് പല കണ്ടസ്റ്റൻസ് PR ടീംസ് അനുമോളെ തരം താഴ്ത്തുന്നതായിരിക്കും. അല്ലെങ്കിൽ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെല്ലാം പുരോഗമനമുള്ള ആളുകളാണ്, അനുമോൾക്ക് പുരോഗമനമില്ല, അനുമോൾ ഫേക്ക് കുലസ്ത്രീ ചമയുന്നു എന്ന് പറഞ്ഞിട്ട് അനുമോളെ കുറ്റപ്പെടുത്തുന്ന പുരോഗമനവാദികളായിരിക്കും. അല്ലെങ്കിൽ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുമോൾ നമ്മുടെ കുടുംബത്തിലേക്ക് കയറ്റാൻ പറ്റാവുന്ന ഒരുത്തിയാണ്, അനുമോൾ കണ്ടോ ഇടപെടുന്ന രീതി കണ്ടോ, അനുമോളുടെ മോറൽ വാല്യൂസ് കണ്ടു, അനുമോൾ ഭക്ഷണം പാകം ചെയ്യുന്നത് കണ്ടു, അനുമോൾ ഭക്ഷണത്തോട് കാണിക്കുന്ന റെസ്പെക്റ്റ് കണ്ടു, അനുമോൾ മറ്റുള്ളവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത് കണ്ടു എന്നൊക്കെ ഉള്ള രീതിയിൽ അനുമോളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ. അതല്ലെങ്കിൽ വേറൊരു ടൈപ്പ് ആളുകൾ എന്താ വെച്ചാൽ എത്ര ഇമോഷണലാണ് അനുമോൾ കണ്ടോ, എത്ര സ്വാഭാവികമായിട്ടാണ് അനുമോൾ കരയുന്നത് കണ്ടു. അതുപോലെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഉള്ളിലൊക്കെ ഉള്ള ഒരാൾ ഇല്ലേ, നമ്മുടെ സ്വത്തും പ്രേതമല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ച്, നമ്മുടെ ഒരു മൊത്തത്തിലുള്ളൊരു ഇതുണ്ടാവില്ലേ, ആ ഒരു സ്വത്തും അത് എക്സ്പ്രസ് ചെയ്യണം. നോക്ക് അനുമോൾ എത്ര ബോൾഡായിട്ടാണ് അനുമോൾ കരയുന്നത്, എത്ര സെൻസിറ്റീവാണ് അനുമോൾ. ബോൾഡായിട്ട് കരയേ, ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഇമോഷണൽ സൈഡ് പുറത്ത് കാണിക്കാൻ പലർക്കും പേടിയായിരിക്കൂലേ. അപ്പോൾ അനുമോൾ അവളുടെ ഇമോഷണൽ സൈഡ് പുറത്ത് കാണിക്കണം, അത് ബോൾഡായിട്ടുള്ളൊരു സംഗതിയല്ലേ, പ്രവൃത്തിയല്ലേ. അപ്പോൾ അങ്ങനെ ഒരു സംഗതി എന്തായാലും അനുമോളെ ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട് കേസ്. അനുമോൾ എന്ന കണ്ടസ്റ്റൻസിനെ ഒഴിവാക്കിയിട്ട് അവിടെ ഒരു കണ്ടൻറ്റ് ബിഗ് ബോസിൽ കുറവാണ്. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, അനുമോളെ എല്ലാവർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ പരിഗണനയുണ്ട്. അത് ഇഷ്ടമാവണമെന്നില്ല, ഇഷ്ടക്കേടാവണമെന്നില്ല, അതെന്ത് ഇഷ്ടമാവാം ഇഷ്ടക്കേടാവും, എന്ത് തെങ്ങ ആയിക്കോട്ടെ, അനുമോളെ കുറിച്ച് കൺസേൺഡാണ് പൊതുവെ ബിഗ് ബോസ് കാണുന്ന ആളുകൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. അനുമോൾ ഒരു കണ്ടൻറ്റാണ്. കഴിഞ്ഞ വട്ടം ജാസ്മിൻ ജാഫറിൽ ഇതേപോലെ ഒരു കണ്ടൻ്റ് ആയിരുന്നു. അനുമോളും ജാസ്മിൻ ജാഫറിനെ ഒരേപോലെ കാണരുത് കേട്ടോ, രണ്ട് തരത്തിലാണ്. ഞാനിവിടെ പറഞ്ഞു തരുന്നത്, അനുമോളെ എന്തുകൊണ്ട്, അനുമോളുടെ ഗ്രാഫ് എന്തുകൊണ്ട് കുത്തനെ കൂടുന്നു, കയറി വരുന്നു പറയുമ്പോൾ അനുമോൾ ആ PR കോൺട്രവേഴ്സിക്ക് ആലോചിച്ചൊക്കെ വേറെ വല്ലവരാണെങ്കിൽ എടുത്തിട്ട് അലക്കിയിട്ടുണ്ടാവും ആളുകൾ. പക്ഷെ അനുമോളുടെ കാര്യത്തിൽ ആൾക്ക് അത് അനുമോൾ 16 ലക്ഷം PR കൊടുത്തിട്ടില്ലേ, പലർക്കും തോന്നും 16 ലക്ഷം PR എന്നൊക്കെ. പക്ഷേ നിങ്ങൾ എവിടെയെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ അനുമോളെ വളരെ ക്രൂരമായിട്ട് ഇതിൻ്റെ പേരിൽ സൈബർ ബുള്ളി ചെയ്യുന്ന രീതിയിൽ വീഡിയോസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കമൻസ് എൻ്റെ ശ്രദ്ധയിൽ അധികം പെട്ടിട്ടില്ല, ഇനി പെടാത്തത് കൊണ്ടാണോ എന്നാവോ. അത്ര വലിയ സൈബർ ബുള്ളിങ് 16 ലക്ഷം PR എന്നുള്ള രീതിയിൽ വന്നിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ലാലേട്ടനെ മറ്റേ ബിഗ് ബോസിൽ PRൻ്റെ ഇഷ്യൂ സംസാരിക്കുന്ന രീതി കുറച്ച് ലൈറ്റായിട്ടാണ് ആ കാര്യത്തെ സംസാരിച്ചതാണ് ഗൈസ് എനിക്ക് തോന്നണത് കേട്ടോ. അല്ലെങ്കിൽ അത് വൻ വിവാദമായിട്ടുണ്ട്. 16 ലക്ഷം PR കൊടുക്കുക എന്ന് പറഞ്ഞാൽ ടോട്ടൽ കിട്ടുന്ന എമൗണ്ട് എത്രയായിരിക്കും. പിന്നെ ബിഗ് ബോസ് കൊണ്ട് ഇത്രയും വലിയ അവസരങ്ങൾ കിട്ടും എന്നതുകൊണ്ട് 16 ലക്ഷം കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് അനുമോൾ വന്നോ. അനുമോൾ ഈസ് എ സെലിബ്രിറ്റി റൈറ്റ് അല്ലേ. അനുമോൾക്ക് ഇപ്പം തന്നെ ഒരുപാട് വിസിബിലിറ്റി ഉണ്ട്. സാധാരണ വിസിബിലിറ്റി കിട്ടാത്ത ആളുകളിലെ ബിഗ് ബോസ് വഴി കിട്ടുന്ന വിസിബിലിറ്റി വെച്ചിട്ട് മുന്നേറണം അല്ലെങ്കിൽ ലൈഫ് മാറും എന്നുള്ള രീതിയിലൊക്കെ അനുമോൾക്ക് കാശ് കിട്ടുന്നുണ്ടായിരിക്കും. ബിഗ് ബോസിൽ ഒരുപാട് കാശ് കിട്ടുന്നുണ്ടായിരിക്കും. ഒരാഴ്ച തന്നെ 50,000 രൂപ വെച്ചിട്ടുണ്ടാവും, 55,000 എന്തുകൊണ്ട് സ്റ്റാർട്ടിങ്ങിൽ കിട്ടിയായിരുന്നു. ഇപ്പോൾ 1 ലക്ഷത്തിന് മുകളിൽ എന്തായാലും ആയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ എത്ര ആഴ്ചയായി അവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് മനസ്സിലാവുന്നുണ്ടോ. 10 ആഴ്ചയായി വരെയില്ലേ, 70 ദിവസം, 10 ആഴ്ച, 10 ആഴ്ച അതിൻ്റെ 1.5 ലക്ഷം ആലോചിച്ച് നോക്കി. ഇപ്പം തന്നെ ആയി. എന്നാലും 16 ലക്ഷത്തിന് PR സംഗതി മനസ്സിലാവുണ്ടോ. അപ്പോൾ ഇത്രയും കാശ് അവിടെ കൊടുക്കാറുണ്ട്. അപ്പോൾ അതിനേക്കാൾ വലിയ സംഭവങ്ങൾ അവൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും എന്നതുകൊണ്ടായിരിക്കുമല്ലോ ഇത്രയും വലിയൊരു ഷെയർ അവിടെ കൊടുക്കുന്ന ഒരവസ്ഥ. അത് സത്യമാണെങ്കിൽ. പക്ഷേ ഞാനിവിടെ ശ്രദ്ധിക്കുന്നത് ഗൈസ് എന്തെന്നറിയോ, അനുമോൾ അത്രയും ആ ഒരു ഇത് വളരെ കാഷ്വലായിട്ട് അല്ലെങ്കിൽ അത്രത്തോളം ഇങ്ങനെ പേടിച്ചിട്ടല്ലാണ്ട് ആ കാര്യം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് അനുമോളുടെ ഒരു ബോൾഡ്നെസ് ആണല്ലേ. മനസ്സിലാവുണ്ട്. അനുമോൾ തുടക്കത്തിൽ പറയുന്നുണ്ടായിരുന്നു ബിഗ് ബോസ് എനിക്ക് കാശ് തരുന്നുണ്ട്, അപ്പോൾ അതിനനുസരിച്ചുള്ള കണ്ടൻറ്റ് ഇവിടെ കൊടുക്കണമെന്ന്. പിന്നെ ആ ആറ്റിറ്റ്യൂഡ് മാറി, എല്ലാവരും കൂടി അത് ട്രോൾ ചെയ്തു അല്ലേ അവളെ, ലാലേട്ടടക്കം ട്രോൾ ചെയ്തു. ഇവിടെ അങ്ങനെ നിങ്ങളെയൊക്കെ വലുതാണ് ബിഗ് ബോസ്, നിങ്ങൾ കണ്ടൻറ്റ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, പറ്റില്ല നിങ്ങൾ പോയിക്കോളി എന്നൊക്കെ ഒരു സംഗതി. ഇപ്പോൾ അനുമോളുടെ ഗ്രാഫ് മുന്നോട്ട് തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാര്യം എന്താ വെച്ചാൽ അനുമോൾ അവിടെ കണ്ടൻറ്റ് കൊടുക്കുക, അനുമോൾ അവിടെ എന്തൊക്കെ സംഭവിച്ചാലും അനുമോൾ അവിടെ നിൽക്കുന്നുണ്ട്, അനുമോളായിട്ടില്ലേ.
ഒരു കാര്യം ശ്രദ്ധിച്ചാൽ അനുമോൾക്ക് ഒരാളോട് പേഴ്സണൽ ഗ്രഡ്ജൊന്നും ഇപ്പോൾ ഇല്ല. അതാണ് അനുമോളുടെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റായിട്ട് ഞാൻ കാണുന്നത്. പേഴ്സണൽ ഗ്രഡ്ജ് ഇല്ല, ആര്യനോട് പേഴ്സണൽ ഗ്രഡ്ജ് ഇല്ല. പക്ഷേ കുശുമ്പും അസൂയും അതും ഇതൊക്കെ ആൾക്കാരോടും എല്ലാവരും അവൾ കാണിക്കുന്നുണ്ട്. അത് നമ്മുടെ ചുറ്റുപാടുള്ള പലരും കാണിക്കുന്ന പോലുള്ളൊരു സംഭവമായിട്ടാണ് ഗൈസ് എനിക്ക് തോന്നണത്. എനിക്കത് വലിയ പ്രശ്നമായിട്ടൊന്നും അങ്ങനെ തോന്നുന്നില്ല. പിന്നെ അനുമോള് ഫേക്ക് കുലസ്ത്രീ എന്നൊക്കെ പലരും പറയും. ആയിരിക്കാം, പലർക്കും പലരുടെ കണ്ണുകളിൽ അങ്ങനെ ആയിരിക്കും. പക്ഷേ ഞാൻ കാര്യം പറയാം, അനുമോൾ റിയൽ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലെങ്കിൽ കുറച്ചെങ്കിലും റിയലായിട്ട് ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്ന കണ്ടസ്റ്റൻസിൽ ഒരാൾ അനുമോളായിട്ടാണ് എനിക്ക് തോന്നണത്. അപ്പം അനുമോൾ എന്തായാലും അത് കണ്ടുകൊണ്ടിരിക്കുക, അനുമോൾ എപ്പിസോഡുകളിൽ വരുമ്പോൾ ലൈവിൽ വരുമ്പോൾ ഒക്കെ കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. അനുമോളുടെ മാനറിസം, അനുമോൾ പെരുമാറുന്ന രീതി ഒക്കെ നമ്മുടെ വീട്ടിൽ ഒരാൾ പെരുമാറുന്ന പോലെ, അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിൽ നമ്മുടെ കസിൻസിൽ ഒരാൾ പെരുമാറുന്ന പോലെ, അല്ലെങ്കിൽ നമ്മളെവിടെ കണ്ട് പരിചയിച്ച ഒരാൾ, അടുത്ത വീട്ടിലെ ഒരാളൊക്കെ ഇങ്ങനെ പെരുമാറുന്ന പോലെയാണ് ഗൈസ് എനിക്ക് തോന്നണത്. അനുമോളുടെ ഉള്ളിൽ അങ്ങനെ വലിയ തിന്മയൊന്നുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു സൈഡ് അവൾ കാണിക്കുന്നില്ല. അപ്പോൾ ബിഗ് ബോസിൽ എന്തായാലും അനുമോളില്ലാത്ത ബിഗ് ബോസ് ഒന്ന് ആലോചിച്ച് നോക്കി. അതായത് നിങ്ങളിങ്ങനെ ആലോചിച്ചാൽ മതി, കഞ്ഞി കുടിക്കുക വിചാരിക്കുക, കഞ്ഞിയിൽ തേങ്ങാക്കൊത്ത് ഇട്ടിട്ടുണ്ട് വിചാരിക്കുക, തേങ്ങാക്കൊത്ത്, ചൂടുള്ള കഞ്ഞി തേങ്ങാക്കൊത്തുള്ളത്, നല്ല ചുട്ട പപ്പടം ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ആ ചുട്ട പപ്പടവും തേങ്ങാക്കൊത്തൊക്കെ ഒഴിവാക്കി വിചാരിക്കുക. എന്നിട്ട് കഞ്ഞി കുടിക്കുമ്പോഴുള്ള അവസ്ഥ എന്താ? കഞ്ഞി കുടിക്കുക കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇത് ഇങ്ങനെ ഒരു അവസ്ഥയായിരിക്കും. തേങ്ങാക്കൊത്തുണ്ട്, ചുട്ട പപ്പടമുണ്ട്, തേങ്ങ ചമ്മന്തി ഉണ്ട്, ഒക്കെ ഉണ്ട് വിചാരിക്കാം. അല്ലെങ്കിൽ ഉള്ളി ചമ്മന്തി, എന്തെങ്കിലും ചമ്മന്തിയൊക്കെ ഉണ്ട് വിചാരിക്കാം. തേങ്ങ ചമ്മന്തി ആയിക്കോട്ടെ, ഉഷാറായിരിക്കില്ലേ? മറ്റേ ഓറഞ്ച് കളറുള്ള തേങ്ങ ചമ്മന്തി ഇല്ലേ, അത് ഞാൻ പറയണത് കേട്ടോ. വെള്ള കളറിലല്ല, മുളകും ഇതെല്ലാം കൂടിയുള്ള ഓറഞ്ച് കളറിലുള്ള തേങ്ങ ചമ്മന്തി കിട്ടില്ല. അത് എന്നിട്ടൊരു ഉണ്ടയിട്ട് നമ്മളിങ്ങനെ വെക്കൂലേ അത്. അപ്പോൾ അതൊക്കെ ഉണ്ട്. ഒഴിവാകുമ്പോൾ ഉള്ള കഞ്ഞി എങ്ങനെയായിരിക്കും? അപ്പോൾ അതുപോലെ ആയിരിക്കും അനുമോളില്ലാത്ത ബിഗ് ബോസ് എന്നാണ് കേസ് എനിക്ക് തോന്നുന്നത്. അനുമോളുടെ ഗ്രാഫ് എന്തായാലും കുത്തനെ കയറിക്കൊണ്ടേയിരിക്കുകയാണ്. അനുമോളെ ആളുകൾ ഇഷ്ടപ്പെട്ടാലും ശരി ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ശരി, അനുമോളുടേതായ ഒരു സ്ഥാനം, അനുമോളുടേതായ ഒരു റിലവൻസ് എവിടെ ഉണ്ട്? ബിഗ് ബോസിലുണ്ട്. അതിലൊരു സംശയമില്ല. അനുമോളെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ട്. അനുമോൾക്ക് ഈ PR-ൻ്റെ ഒന്നും വലിയ കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കേസ്. ഓക്കെ, അനുമോൾക്ക് PR-ൻ്റെ ആവശ്യമൊന്നുമില്ല. അനുമോൾക്ക് ഒരുപാട് വോട്ടുകൾ കിട്ടുന്നുണ്ടായിരിക്കും. ഇനിയിപ്പോൾ അനുമോൾ ബിഗ് ബോസ് ഹൗസിൽ വിന്നറാവും, ബിഗ് ബോസിൽ വിന്നറാവും എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത്. ദർസ് എ ചാൻസ്, നല്ലൊരു ചാൻസ് ഉണ്ട് അനുമോൾ വിന്നറാവാൻ. അനുമോളിപ്പോൾ വിന്നറായില്ലെങ്കിൽ എത്ര ദിവസം അനുമോൾ അവിടെ നിൽക്കുന്നുണ്ടോ അത്രയും ദിവസം ബിഗ് ബോസ് നല്ല രീതിയിൽ കണ്ടൻറ്റ് ഉണ്ടായിരിക്കും. അതൊന്നല്ലെങ്കിൽ അനുമോളായിട്ട് ഉണ്ടാക്കും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അനുമോളിനെ ചുറ്റിപ്പറ്റിയിട്ട് ഉണ്ടാക്കുന്നുണ്ടായിരിക്കും. പിന്നെ അനുമോളുടെ സ്ക്രീൻ സ്പേസ് മനഃപൂർവ്വം ബിഗ് ബോസ് കുറയ്ക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം അനുമോളുണ്ടെങ്കിൽ അവിടെ നല്ല രീതിയിൽ കണ്ടൻറ്റ് ഉണ്ടാവും സാധ്യത ഉള്ളത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ. പിന്നെ അനുമോളുടെ ഗ്രാഫ് എന്തുകൊണ്ട് കുത്തനെ കൂടുന്നു പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഇത്രയും റീസൺസ് ഇവിടെ പറഞ്ഞില്ലേ. അതല്ലാണ്ടുള്ള ഒരു സംഗതി നമുക്ക് ഇങ്ങനെ ആലോചിക്കാം. അനുമോൾ വൾഗറായിട്ട് അവിടെ ഒന്നും ചെയ്യുന്നതായിട്ട് കണ്ടില്ല. ആരെങ്കിലും അപ്പനെ വിളിക്കണതോ തെറി വിളിക്കണതോ ഒക്കെ. അനുമോൾ ഒരാളെ ഫിസിക്കലി മാൻ ഹാൻഡിൽ ചെയ്യാന്ന് പറയണ്ട, വുമൺ ഹാൻഡിൽ ചെയ്യുക എന്ന് വെച്ചാൽ ഷാനവാസ് കേട്ടോ അതിനൊരു തല്ലിയത്. അതുപോലെ അവള് മറ്റേ തല്ലിയത് അത് മറ്റേ ജിസൈലിനല്ലേ ചപ്പാത്തി കള്ളി എന്ന് പറഞ്ഞ സമയത്തില്ലേ, ജിസൈൽ അനുമോളിനെ ചപ്പാത്തി കള്ളി എന്ന് പറഞ്ഞപ്പോൾ തല്ലിയിട്ടുള്ളൊരു സംഭവം ശ്രദ്ധിച്ചു. അപ്പോൾ ഇതൊക്കെ പറഞ്ഞത് ഇതുമായിട്ട് കരയുകയും ചെയ്തു. അതേപോലെ അവളുടെ പ്ലാച്ചിനെടുത്ത് വലിച്ചറിഞ്ഞ ഷിയാസ്, അപ്പോൾ എൻ്റെ പ്ലാച്ചിനെ കണ്ടോ പറഞ്ഞിട്ട് ഒരു കാര്യം ചെയ്ത് തല്ലി ചെയ്ത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് വളരെ വൈകാരികമായിട്ട് ഒരാൾ പെരുമാറുമ്പോൾ എന്താ തോന്നുക? അതായത് ഈഗോ അല്ല അവിടെ ഹേർട്ടാവണത്, അവൾക്ക് ഇമോഷണലിയാണ് അവൾ ഹേർട്ടാവുന്നത്. അങ്ങനെ പ്രതികരിക്കുന്ന പോലെ തോന്നുന്നു. ഞാൻ അതിനെ ഒരു ഫിസിക്കലി ഹാൻഡിൽ ചെയ്ത് തന്നെ അതിന് വില കുറച്ച് കാണില്ല കേട്ടോ, സീരിയസ് അല്ലാണ്ട് കാണണതല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഇമോഷണലി വല്ലാണ്ട് ഹേർട്ടായ ഒരാളെങ്ങനെ പെരുമാറുക, അതുപോലെയാണ് ആളുകൾക്ക് അത് കണക്റ്റ് ആവുന്നുണ്ടാവുക. അനുമോൾ അങ്ങനെ ചെയ്യുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് അങ്ങനെയാണ് അത് കണക്റ്റ് ആയിട്ടുള്ളത് അല്ലേ. അപ്പോൾ അത് സംഗതി വെച്ചാൽ നിസ്സാര കാര്യങ്ങൾക്ക് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ അനുമോളല്ലേ അങ്ങനെ തല്ലുന്നത്, ആ ഒരു രീതിയിൽ ആളുകൾ അത് പൊറുക്കുന്നുണ്ടാവും തോന്നുന്നു. അല്ലാണ്ട് അനുമോൾ ജിസേലിനെ തല്ലി, അല്ലെങ്കിൽ അനുമോൾ മറ്റേ ഷിയാസിനെ ഗസ്റ്റിനെ തല്ലി, അങ്ങനെ എവിടെ ആരെങ്കിലുമൊക്കെ ചർച്ച ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ കേസ്? എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാരണങ്ങൾ കൊണ്ട് തന്നെ അനുമോളുടെ ഗ്രാഫ് കുത്തനെ കൂടുകയാണ്. അനുമോളിൽ വളരെ റിലവൻ്റ് ആയിട്ടുള്ള സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് ബിഗ് ബോസ് ഹൗസിൽ മാറുകയാണ്. അനുമോളുടെ വിസിബിലിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അനുമോൾ ആളുകളുടെ ഉള്ളിലേക്ക് കയറിയിട്ട് ആളുകൾക്കത് ഇഷ്ടമാണോ അല്ലേതല്ല, ആളുകളുടെ ഉള്ളിലേക്ക് മാന്തിയിട്ട് കയറിയിട്ട് അവിടെ ഇങ്ങനെ ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അനുമോൾ നമ്മുടെ ഉള്ളിലൊക്കെ കുടികൊള്ളുന്ന ഒരു ബിഗ് ബോസ് എന്താ പറയുക ഒരു എൻറ്റിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നു ഗൈസ്. എന്തായാലും അനുമോൾ
എന്തൊക്കെ ഞാൻ മോള് കാണിക്കണമെന്ന് അറിയില്ല ഗൈസ്, പറയാൻ പറ്റില്ല അല്ലേ.